മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകം പാഠവും പൊരുളും ഒരു ചരിത്ര വിചാരം പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 31-ാം പാഠമാണ് നമ്മൾ പഠന വിധേയമാക്കുക. പേജ് നമ്പർ 181 മുതൽ 184 വരെയുള്ള ഭാഗത്താണ് 31-ാം പാഠം ഉള്ളത്. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. അതുകൊണ്ട് പേജ് നമ്പറുകൾ മാറിപ്പോയാലും പാഠം മാറാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 31-ാം പാഠം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹഹൃദയായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഞങ്ങൾ പരിപൂർണമായി ആശ്രയിക്കുകയും അങ്ങ് ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യും. നല്ലവനായ ഈശോയെ, നിൻ്റെ അനന്തമായ കാരുണ്യം ഞങ്ങളിൽ ചൊരിയട്ടെ, നിൻ്റെ കൃപ ഞങ്ങളിൽ നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഓ ദിവ്യകാരുടെ നാഥനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠനവുമായി ആയിരിക്കുന്ന സമയങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. സഭയുടെ വലിയ പ്രബോധനങ്ങൾ വലിയ തീക്ഷ്ണതയോടെ പഠിക്കുവാനും ആ തീക്ഷ്ണതയിൽ നിന്നും സഭയുടെ ചരിത്രം മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡാസഹനങ്ങളുടെ യോഗ്യതയാലും ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദനകളുടെ വിശ്വാസവും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായി തീരട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ മാറിയോസേ പിതാവേ, സഭയുടെ പാലകനായിരിക്കുന്നവനെ, അങ്ങയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങളുടെ ഈ പഠന സമയത്തും മുന്നോട്ടുള്ള സമയം ഞങ്ങൾക്ക് വേണ്ടി കാവലായിരിക്കുകയും ഈശോയുടെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പാറേമാകത്തോമാകത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 31-ാം പാഠത്തിൽ വിവരിക്കുന്ന കയത്താനോസ് പാതിരിയെക്കുറിച്ചും അദ്ദേഹം നടത്തിയ ഇടപെടലുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോവുക. കയത്താനോസ് പാതിരിയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും. കയത്താനോസ് പാതിരിയുടെ പശ്ചാത്തലമാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഗോവാക്കാരനായ കയത്താനോസ് വിത്തോറിനോസ് ദെ ഫറിയ എന്ന വൈദികൻ തികച്ചും വ്യത്യസ്തമായൊരു ജീവിത പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ആദ്യം വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. പിന്നീട് ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം ഭാര്യയെ മടത്തിച്ചേർക്കുകയും താൻ വൈദികനായി മാറുകയും ചെയ്തു. തൻ്റെ മകനെയും വൈദിക പഠനത്തിനായി റോമിലെ സെമിനാരിയിൽ ചേർത്ത അദ്ദേഹം ഗോവായുടെയും തൻ്റെ വംശത്തിൻ്റെയും ഉന്നമനത്തിനായി പോർച്ചുഗലിൽ താമസിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അധികാര കേന്ദ്രങ്ങളുമായുള്ള ബന്ധം. കയത്താനോസ് പാതിരിക്ക് പോർച്ചുഗൽ രാജാവുമായും ഭരണകൂടത്തിലെ 4 പ്രധാന വകുപ്പ് അധ്യക്ഷന്മാരുമായും നല്ല സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി, അറിവ്, കാര്യപ്രാപ്തി ഇവയെല്ലാം നഗരത്തിലെ പ്രമാണിമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നേടിക്കൊടുത്തു. ഈ സ്വാധീനം ഉപയോഗിച്ചാണ് അദ്ദേഹം സഭാപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. 3-ാമത്തെ കാര്യം, ഗ്രന്ഥകാരനോടും മൽപ്പാനോടും കാണിച്ച സൗഹൃദമാണ്. ലിസ്ബണിലെത്തിയ തോമാ കത്തനാർക്കും മൽപ്പാനക്കും തുടക്കത്തിൽ വലിയ സഹായങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തു. യൂറോപ്യൻ രീതിയിലുള്ള നാരങ്ങാവെള്ളം നൽകി അവരെ സൽക്കരിക്കുകയും ഇന്ത്യൻ ഹൗസിൽ നിന്നും അവരുടെ സാധന സാമഗ്രികൾ വിടുവിച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ സഹായിക്കുകയും ചെയ്തു. കൂടാതെ രാജ്യകാര്യ വിചാരകനായ വിഷ്കോന്തിയുടെ ഭവനത്തിൽ അവരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ
പ്രത്യേകമായി സൂചിപ്പിച്ചിരിക്കുന്ന ഈ വിഷ്കോന്തി എന്ന് പറയുമ്പോൾ ആരാ എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രഭുവിൻ്റെ ഭവനത്തിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ശൈലി അനുസരിച്ച് വർത്തമാന പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന അതേ പേരുകൾ അല്ലെങ്കിൽ അതേ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന കാര്യം കൂടി മറന്നു പോകരുത്. അടുത്തത് സഭാപരമായ തർക്കങ്ങളും മുന്നറിയിപ്പുകളും. മലയാളക്കരയിൽ മിഷണറിയായിരുന്ന ബനബന്ധുര പാതിരി കയത്താനോസ് പാതിരിയെ സൂക്ഷിക്കണമെന്ന് തോമാ കത്തനാർക്കും സംഘത്തിനും മുന്നറിയിപ്പ് നൽകി. കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായി ഒരു ഗോവാക്കാരനെ നിയമിക്കാൻ കയത്താനോസ് ശ്രമിക്കുന്നുണ്ടെന്ന വിവരം അവർക്ക് ലഭിച്ചു. പോർച്ചുഗൽ ഭരണകൂടത്തിൽ സഭയ്ക്കുള്ള വലിയ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം അവരെ ധരിപ്പിച്ചു. കയത്താനോസിൻ്റെ തന്ത്രവും ഗ്രന്ഥകാരൻ്റെ ആശങ്കയും. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയെ നിയമിക്കുന്നതിനായി രാജ്ഞിക്ക് അപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നിയമനം കഴിഞ്ഞുപോയെന്നും ഒരു ഗോവാക്കാരനെയാണ് നിയമിച്ചതെന്നും പറഞ്ഞ് കയത്താനോസ് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കയത്താനോസിൻ്റെ സ്വാധീനം കാരണം തങ്ങളുടെ അപേക്ഷകൾ അട്ടിമറിക്കപ്പെടുമോ എന്നും തദ്ദേശീയരായ വൈദികർക്ക് പകരം ഗോവാക്കാർ അധികാരത്തിൽ വരുമോ എന്നും തോമാ കത്തനാർ ഭയപ്പെട്ടു. ഇത് ലിസ്ബണിലെ കാര്യങ്ങൾ മാറ്റിവെച്ച് വേഗത്തിൽ റോമിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ 31-ാം പാദത്തിൻ്റെ ക്ലാസ്. ഇവിടെ ഏകദേശം സമാപിക്കുകയാണ്. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ പാഠപുസ്തകമൊക്കെ നല്ലത് വായിക്കണം എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പേജ് നമ്പർ 181 മുതൽ 184 വരെയുള്ള പേജുകളിലാണ്. കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുമല്ലോ. നമുക്കിനി ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കയത്താനോസ് പാതിരിയുടെ സ്വദേശം എവിടെയായിരുന്നു? ഗോവ. വൈദികനാകുന്നതിന് മുമ്പ് കയത്താനോസിൻ്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു? അദ്ദേഹം വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. കയത്താനോസ് പാതിരി തൻ്റെ മകനെ വൈദിക പഠനത്തിനായി എവിടെയാണ് ചേർത്തത്? റോമിലെ പ്രൊപ്പഗന്ത സെമിനാരിയിൽ. ലിസ്ബണിലെത്തിയ ഗ്രന്ഥകാരനും സംഘത്തിനും കയത്താനോസ് നൽകിയ ആദ്യത്തെ സമ്മാനം എന്തായിരുന്നു? നാരങ്ങയും പഞ്ചസാരയും. യൂറോപ്യൻ രീതി അനുസരിച്ച് നാരങ്ങയും പഞ്ചസാരയും നൽകുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? സൗഹൃദത്തിൻ്റെ ലക്ഷണം. സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഗ്രന്ഥകാരന് നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട വസ്തു എന്തായിരുന്നു? കുടമാളൂക്കാരൻ കൊച്ചുമാണി വൈദ്യൻ നൽകിയ ഔഷധപ്പൊതി. ഗ്രന്ഥകാരൻ്റെ സാധനങ്ങൾ ലിസ്ബണിൽ ആരുടെ വീട്ടിലാണ് സൂക്ഷിച്ചത്? നിക്കോളാവ കൊർണേലി എന്ന കച്ചവടക്കാരൻ്റെ വീട്ടിൽ. കയത്താനോസ് പാതിരിയെ സൂക്ഷിക്കണമെന്ന് ഗ്രന്ഥകാരന് മുന്നറിയിപ്പ് നൽകിയ മിഷണറിയാര്? ബനബന്ധുര പാതിരി. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയുടെ നിയമനത്തെക്കുറിച്ച് കയത്താനോസ് നൽകിയ തെറ്റായ വിവരം എന്തായിരുന്നു? ഒരു ഗോവാക്കാരനെ മെത്രാപ്പോലീത്തയായി രാജ്ഞി നിയമിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. കയത്താനോസ് പാതിരി ആരെ മെത്രാപ്പോലീത്തയാക്കാനാണ് ശ്രമിച്ചിരുന്നത്? തൻ്റെ നാട്ടുകാരനായൊരു ഗോവാക്കാരനെ. കയത്താനോസിൻ്റെ സ്വാധീനം കാരണം ഗ്രന്ഥകാരൻ എന്തു തീരുമാനമാണ് എടുത്തത്?
പോർച്ചുഗലിൽ അപേക്ഷ നൽകാതെ നേരിട്ട് റോമിലേക്ക് പോകാൻ തീരുമാനിച്ചു.